അവിസ്മരണീയമായ നിരവധി മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ സൗബിൻ ഷാഹിറാണ് ഈരാറ്റുപേട്ടയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ 4 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എമർജ് ഹോസ്പിറ്റൽ, നിങ്ങൾക്കറിയാം, ഐ ഹോസ്പിറ്റൽ എന്ന പേരിലാണ്, ഐ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടാണ് ഈരാറ്റുപേട്ടയിൽ തുടങ്ങിവെച്ചത്. പിന്നീട് ഘട്ടം ഘട്ടമായി അത് ENT ആയിട്ടും പീഡിയാട്രിഷ്യനായിട്ടും ഒക്കെ അത് വളർന്നു വന്നു. ഈ നാട്ടിലെ, ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരുടെയും സഹകരണം കൊണ്ട് അത് പടിപടിയായി ഉയർന്നു വരികയും അവിടെയുള്ള പാർക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ ഈ ബിൽഡിങ്ങിലേക്ക്, ഇത് വീട് ബിൽഡിംഗ് ആണ്, ഈ സെന്ററിലേക്ക് നാം പ്രവർത്തനം മാറ്റി ആരംഭിക്കുകയാണ്. ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഉള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ, കൂടുതലായി രോഗികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. സന്തോഷം. എനിക്ക് അധികം ആധികാരികമായിട്ട് സംസാരിക്കണമെന്നറിയില്ല. എന്തായാലും ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും. ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ അതൊരു 2 മാസത്തോളം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഈ അയൽവാസം ഒരു മൂവിയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട്. അന്ന് മുതൽ എനിക്ക് ഇവിടെ എല്ലാ ഹോട്ടലുകളും കാര്യങ്ങളും എല്ലാ കടകളും എല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട്. കൂടുതൽ ഭക്ഷണം, പിന്നെ ഹോസ്പിറ്റലൊന്നും അധികം പോകാൻ പറ്റിയിട്ടുള്ള ദൈവം സഹായിച്ച്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങിൽ ഇതേപോലെ രാവിലെ എന്ത് പറഞ്ഞായിരുന്നു, +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന എന്ത് അടുത്ത കോഴ്സ് ചെയ്യണമെന്ന് അറിയാനുള്ള അതിനുവേണ്ടിയുള്ള കുറേ ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞാൽ നേരെ പോകൊണ്ടിരിക്കുന്നതല്ലാണ്ട് അതല്ലാതെ വേറെ കുറെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. അതുവഴി നമുക്ക് എത്രയും പെട്ടെന്ന് എളുപ്പമായിട്ടുള്ള ജോലി, നല്ല ജോലി ലഭ്യമാക്കുന്ന കുറെ കാര്യങ്ങളോട് സംസാരിച്ചെന്ന് കേട്ടു. അത് കേട്ടിട്ട് വളരെ സന്തോഷം. ഇനിയും അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളും എപ്പോഴും ഉണ്ടാവട്ടെ. എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. താങ്ക് യു. ജീവിതത്തിൽ വലിയ ഗുണഫലം ഉളവാക്കുന്ന, ഏറ്റവും പ്രയോജനീഭവിക്കുന്ന, സ്വാധീനം ഉണ്ടാക്കുന്ന, പ്രയോജനം സിദ്ധിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിലാണ് അതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം പ്രിയപ്പെട്ട ജാഫറുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വേറെ ഏത് സ്ഥാപനം ആരംഭിക്കുമ്പോഴും അത് ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കട്ടെ, അവിടേക്ക് കൂടുതൽ ഉപഭോക്താക്കൾ കടന്നു വരട്ടെ എന്നുള്ള നിലയിൽ ആശംസിക്കുകയും ഭാവുകങ്ങൾ നേരുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ മറ്റൊന്ന് പറയാൻ കഴിയും, ഇവിടെ എത്തുന്ന രോഗികൾക്ക് എത്രയും വേഗത്തിൽ സൗഖ്യമാവട്ടെ, അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയട്ടെ, അവർ ഏറ്റവും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ തിരികെ വീടുകളിലേക്ക് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സദസ്സും മുഴുവനായി ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളുടെ ആവശ്യമാണ് ഇതിവിടെ നിലനിർത്തണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നുകൊണ്ട് വരണം. അതിനെല്ലാവരുടെയും സഹകരണം വേണം. മിതമായ നിരക്കിലും മിതമായ കാര്യങ്ങളിലും ഇത് നടക്കണം. അപ്പോൾ ഇത് വളർന്ന് വികസിച്ചുകൊള്ളും. ഓരോരോ സ്റ്റേജുകളിലും വേണ്ടതായ, അതായത് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് മേടിച്ചു വെച്ചാലാണ് ആശുപത്രിക്ക് കൂടുതൽ ഉന്നതി വരിക. പല പരിമിതികളും ഞാൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെയായിരുന്നു. ഏത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല. ഒരു ഗുളിക കഴിക്കുമ്പോൾ ഒരു റിയാക്ഷൻ വരുമ്പോൾ അത് ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് തൊലി ചൊറിഞ്ഞു വരാം, പെട്ടെന്ന് ശ്വാസം തടസ്സം ഉണ്ടാകാം. ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. നിങ്ങളിതിനുള്ള സൗകര്യങ്ങളില്ലാതെ എന്തുകൊണ്ട് നടത്തുന്നു? കാരണം അവിടെ പെട്ടെന്ന് തന്നെ ഇയാൾക്കൊരു ട്യൂബ് ഇട്ട് വെന്റിലേറ്റ് ചെയ്ത് ഓക്സിജൻ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ജനഹൃദയങ്ങളിൽ കയറിക്കൂടിയ ഒരു സ്ഥാപനമാണ് എമർജ് ഹോസ്പിറ്റൽ.
എമർജ് ഹോസ്പിറ്റൽ നമുക്കറിയാം ഇരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജാഫർ ഇരാറ്റുപേട്ട എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മരുമകൻ പ്രിയ സുഹൃത്ത് അജ്മല് ഇരാറ്റുപേട്ടയ്ക്ക് വന്നതോടുകൂടിയാണ് എമർജ് ഹോസ്പിറ്റലിന് തുടക്കം കുറിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഹോസ്പിറ്റൽ ചുരുങ്ങിയ കാലം കൊണ്ട് സാധാരണക്കാരായ ഈ നാട്ടിലെ ആളുകളുടെ മനസ്സിലിടം ചെന്ന് അവിടെ എല്ലാം ഹോസ്പിറ്റലിന്റെ ഒരു കയ്യൊപ്പോടുകൂടി ധാരാളം ഇടപെടലുകൾ നടത്തി ഇന്ന് ആ ഹോസ്പിറ്റൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എലൈറ്റ് ഗ്രൂപ്പുമായി കൈകോർത്ത് പിടിച്ചാണ് അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ നവീകരിച്ച ഒരു സ്ഥാപനമായി വടക്കേക്കരയിൽ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി കെട്ടിട സംവിധാനങ്ങളും പാർക്കിംഗ് സംവിധാനങ്ങളോടും ഒക്കെയായി ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നു.